PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ LPUP 2026-27 വീഡിയോയും അതുപോലെ തന്നെ LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയും കൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് കോംബോ ആയിട്ട് LPUP 2026-27 LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയോളൂ, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ഓരോ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അതുപോലെ പ്രീവിയസ് ഇയർ സെറ്റ് തുടങ്ങിയ ഒരു പാക്കേജ് സിസ്റ്റം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്യപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നൽകുന്നതായിരിക്കും. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ PSC NCA കാസർഗോഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തെടുത്ത് നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സയൻസിലെ കുറച്ച് ടോപ്പിക്സാണ്. സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സയൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കേണ്ട പോർഷൻസ് ഇപ്പം തന്നെ നമുക്കങ്ങ് പഠിച്ചു പോകാം. ഇനി പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ആരോഗ്യ ദിനങ്ങളാണ്. അപ്പോൾ നമ്മുടെ UP സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ ഒരു ദിവസം ഉണ്ടായിരുന്നത് വനവർഷമായിരുന്നു എനിക്ക് തോന്നുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ ദിവസം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. വർഷമായിക്കോട്ടെ ദിവസമായിക്കോട്ടെ. UP സ്കൂൾ അസിസ്റ്റൻറ്റിൽ ദിവസമായിരുന്നു കേട്ടോ ചോദിച്ചത്, മാറിപ്പോയതാണ്, ദിവസമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം LP സ്കൂൾ അസിസ്റ്റൻറ്റും പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു സസ്യമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണ് ചോദിച്ചത് കൊണ്ട് തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ദിവസം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ദിവസം എല്ലാ തവണയും PSC ചോദിക്കാറുള്ളതാണ്. അപ്പോൾ LP സ്കൂളിന് വേണ്ടി നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആരോഗ്യദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമുക്കൊന്ന് നോക്കിപ്പോകാം. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം എന്നാണ് ജനുവരി 30. ലോക ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം എന്ന് പറയുന്നത്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനം എന്നാണ് മാർച്ച് 24. ഓട്ടിസം അവബോധന ദിനം എന്നാണ് ഏപ്രിൽ 2. ഏപ്രിൽ 4 രോഗ ആരോഗ്യ ദിനം എന്ന് പറയുന്നത്. ഇനി പാർക്കിൻസൺസ് രോഗം ഏപ്രിൽ 11 പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത്. ഇനി ലോക ഹീമോഫീലിയ ദിനം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ 17. ഇനി ലോക മലേറിയ ദിനം ഏപ്രിൽ 25. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. ലോക തൈറോയിഡ് ദിനം മെയ് 25. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ലോക രക്തദാന ദിനം ജൂൺ 14. ലോക ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. അന്തർദേശീയ ഹൃദയം മാറ്റിവെക്കൽ ദിവസം ഓഗസ്റ്റ് 3. ആത്മഹത്യ നിരോധിത ദിനം സെപ്റ്റംബർ 10. അൾഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ ഇത്രയും ദിവസങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇനി ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും എല്ലാം മറ്റ് പഠിച്ചു വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഇത്രയും ഓർത്ത് വയ്ക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ദിവസങ്ങൾ ഇതിനകത്തുണ്ട്. ആ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ആ ഒരു ഭാഗമെങ്കിലും നിങ്ങൾ ഒന്ന് ഉറപ്പിച്ച് പഠിച്ചിട്ട് പോവുക കേട്ടോ. മറ്റതും കൂടെ പഠിക്കാൻ പറ്റുന്നവരെ മൊത്തം പഠിച്ചിട്ട് പോവുക. അതല്ല ഇനി അധികം സമയമില്ല, ഞാൻ അധികം പഠിക്കാൻ എനിക്ക് ഒത്തിരി ഉണ്ട് എന്നുള്ളവർ എന്ത് ചെയ്യുക, ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയിട്ട് പോവുക. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ലോക ഹീമോഫീലിയ ദിനം എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ദിവസമാണ് ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ 17. ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ പറഞ്ഞേ, ഏപ്രിൽ 17. എന്തായാലും ഏപ്രിൽ 17 പ്രത്യേകത ലോക ഹീമോഫീലിയ ദിനമാണ്. ഇനി അതുപോലെ ചോദിക്കുന്ന മറ്റൊന്നാണ് ലോക ക്യാൻസർ ദിനം. എന്താണ് ലോക ക്യാൻസർ ദിനം? ഫെബ്രുവരി 4. എന്നാണ് പറഞ്ഞേ, ഫെബ്രുവരി 4. ഇതും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ മറ്റൊന്നാണ് ലോക ക്ഷയരോഗ ദിനം. എന്നാണ് ലോക ക്ഷയരോഗ ദിനം? മാർച്ച് 24. എന്നാണ് മാർച്ച് 24. അപ്പോൾ ലോക കുഷ്ഠരോഗ നിവാരണ ദിനവും PSC ചോദിക്കാറുണ്ട്, ജനുവരി 30. അപ്പോൾ ജനുവരി 30 ലോക കുഷ്ഠാരോഗ്യ നിവാരണ ദിനമാണ്. ഇനി ചോദിക്കാറുള്ളത്
ലോക മലേറിയ ദിനം ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രീവിയസ് ഇയറിൽ. ഏപ്രിൽ 25 എന്നാണ്. ഏപ്രിൽ 25 ലോക മലേറിയ ദിനം എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ലോക ജനസംഖ്യാ ദിനമാണ്. ലോക ജനസംഖ്യാ ദിനം പ്രീവിയസ് ഇയർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം എന്ന് പറയുന്നത്. അതുപോലെ അൾഷിമേഴ്സ് ദിനം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 21 ലോക അൾഷിമേഴ്സ് ദിനം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇനി ഇതിനകത്ത് നിന്ന് വീണ്ടും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാനാണെങ്കിൽ ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17, അതുപോലെ ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11, അതുപോലെ തന്നെ ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ഇത് ഇത്രയും മൂന്നും ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പറ്റുമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ലോക കുഷ്ഠരോഗ ദിനവും ക്യാൻസർ ദിനവും അതുപോലെ തന്നെ ലോക ആരോഗ്യ ദിനവും അൾഷിമേഴ്സ് ദിനവും കൂടെ ഒന്ന് ഓർത്തിരിക്കുവാൻ നല്ലതായിരിക്കും. അതുപോലും ഓർക്കാൻ പറ്റുന്നില്ല, മറന്നു പോകുന്നുണ്ടെങ്കിൽ ലോക ജനസംഖ്യ ദിനം ജൂലൈ 11, ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24, ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 എങ്കിലും ഏറ്റവും മിനിമം എങ്കിലും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. അതുപോലെ മലേറിയ ദിനവും ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇനി റാബീസ് ദിനം സെപ്റ്റംബർ 28, ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1, ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ 10, ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ 16, ലോക പോളിയോ ദിനം ഒക്ടോബർ 24, ലോക പ്രതിരോധ ദിനം നവംബർ 10, ലോക പ്രമേഹ ദിനം നവംബർ 14, ലോക ടോയ്ലറ്റ് ദിനം നവംബർ 19, ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1, ലോക വികലാംഗ ദിനം ഡിസംബർ 3. അപ്പോൾ ഇതിനകത്ത് PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന 1-2 ഉള്ളൂ. അത് മാത്രം പഠിച്ചിരുന്നാലും മതിയാകും കേട്ടോ. ഒന്ന് ലോക എയ്ഡ്സ് ദിനമാണ്. ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം എന്ന് പറയുന്നത്. ഇനി ലോക പ്രമേഹ ദിനം ചോദിച്ചു കണ്ടിട്ടുണ്ട്. നവംബർ 14 ലോക പ്രമേഹ ദിനം എന്ന് പറയുന്നത്. അതുപോലെ ദേശീയ രക്തദാന ദിനം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒക്ടോബർ 1 ലോക രക്തദാന ദിനം എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. പറ്റുമെങ്കിൽ ലോക പോളിയോ ദിനം ഒക്ടോബർ 24 എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. എടുത്തു പറയുന്ന ഞാൻ ലോക എയ്ഡ്സ് ദിനം ഇമ്പോർട്ടൻ്റ് ആണ്, ലോക പ്രമേഹ ദിനം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ചോദിച്ച് പലതവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ഇനി ലോക മലമ്പനി ദിനം ഏപ്രിൽ 25, ലോക മലമ്പനി ദിനം ഏപ്രിൽ 25, ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. അപ്പോൾ ലോക മലമ്പനി ദിനം ഏപ്രിൽ 25, ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. അപ്പോൾ ആർക്കെങ്കിലും LPSCയുടെ ക്വസ്റ്റ്യൻ ബാങ്കോ അതുപോലെ മോഡൽ എക്സാമിലോ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കാം ഒരു എക്സാമും അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് COVID-19 കുറിച്ചിട്ടാണ്. അപ്പോൾ COVID-19 കുറിച്ചിട്ട് നമുക്ക് ഈ തവണ UPSCയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്കൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ എന്തായിരുന്നു ഏറ്റവും പുതിയതായിട്ട് കണ്ടുപിടിച്ച കോവിഡ് വാക്സിൻ ഏതായിരുന്നു ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നോവാവാക്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട് കണ്ടുപിടിച്ചിട്ടുള്ള COVID-19 ബന്ധപ്പെട്ടുള്ള വാക്സിൻ. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചിലപ്പോൾ നമുക്കിത് ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമമാണേത്? COVID-19 എന്ന് പറയുന്നത്. COVID-19 കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമം SARS-CoV-2 എന്നാണ്. ഔദ്യോഗിക നാമമാണേത്? COVID-19 എന്ന് പറയുന്നത്. അപ്പോൾ COVID-19 ഫുൾ ഫോം എന്താണ്? കൊറോണ വൈറസ് ഡിസീസ് എന്നതാണ് കേട്ടോ. ഇനി എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം മാത്രമായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. കൊറോണ എന്ന ലാറ്റിൻ പദത്തിന്റെ പ്രധാന അർത്ഥം എന്താണ്? വാക്കിന്റെ അർത്ഥം കിരീടം എന്നാണ്. കൊറോണ ബാധിക്കുന്ന അവയവം ഏതാണ്? എല്ലാവർക്കും അറിയാമല്ലേ, ശ്വാസകോശത്തെയാണ് കൊറോണ ബാധിക്കുന്നത്. ഈ ലോകത്ത് ആദ്യമേ ഈ ഒരു കൊറോണ റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? ചൈനയിലെ വുഹാനിൽ 2019 ഡിസംബർ 31 ഈ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനയ്ക്ക് പുറത്ത് ആദ്യമേ COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? തായ്ലൻഡാണ്. അപ്പോൾ ചൈനയിലാണ് ഇത് ആദ്യം, വുഹാനിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈന അല്ലാതെ മറ്റു രാജ്യത്ത് ആദ്യമായിട്ട് ഇത് പ്രത്യക്ഷപ്പെട്ടത് തായ്ലൻഡിലാണ്. ഇന്ത്യയിൽ ഈ ഒരു കൊറോണ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ്? തൃശ്ശൂരാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി കേരളത്തിൽ രണ്ടാമതായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ആലപ്പുഴയാണ്. മൂന്നാമത് കാസർഗോഡാണ്. അപ്പോൾ ഒന്നാമത് തൃശ്ശൂർ, രണ്ടാമത് ആലപ്പുഴ, മൂന്നാമത് കാസർഗോഡാണ്. കൊറോണ വൈറസ് ബാധിതയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഫിലിപ്പീൻസ് ആണ് കേട്ടോ. അപ്പോൾ ഫിലിപ്പീൻസിലാണ് ആദ്യമായിട്ടൊരു മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഏഷ്യയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഫ്രാൻസ് ആണ്. ഏതാണ്? ഫ്രാൻസ് ആണ്. അപ്പോൾ ഗൾഫ് നാടുകളിൽ ആദ്യം കൊറോണ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ബഹ്റൈനിലാണ് ആദ്യമായിട്ട് കൊറോണ ഗൾഫ് രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. COVID-19 തടയുന്നതിന് ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്?
പഞ്ചാബാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കർഫ്യൂ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ കൊറോണ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു പാൻഡമിക് ആയിരുന്നു. ആദ്യം വുഹാനിൽ, ചൈനയിലെ വുഹാനിലാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നെ ചൈനയ്ക്ക് പുറത്ത് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് തായ്ലൻഡിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ്, അത് തൃശ്ശൂരാണ്. ഇനി നമുക്ക് ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങൾ, ഇതെല്ലാ തവണ PSC ചോദിക്കുന്നൊരു ചോദ്യമാണ്. പക്ഷെ നമുക്ക് ഈ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല UP സ്കൂൾ അസിസ്റ്റൻറ്റിന്. അപ്പോൾ LPക്ക് ഇത് ചോദിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മറ്റും പഠിച്ചിരുന്നില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചിരിക്കുക. പ്രത്യേകിച്ച് മന്ത് പകർത്തുന്ന ക്യുമുലസ് പെൺകൊതുകുകളാണ് എന്ത് പരത്തുന്നത്, മന്ത് പകർത്തുന്നത്. ക്യുമുലസ് പെൺകൊതുകുകളാണ് മന്ത് പരത്തുന്നത്. മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, അനോഫിലസ് പെൺകൊതുകുകളാണ് എന്ത് പരത്തുന്നത്, മലേറിയയും ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും പരത്തുന്നത്. അടുത്ത് നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങൾ. UP സ്കൂൾ അസിസ്റ്റൻ്റ് ഇങ്ങനെ ചോദ്യം ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ LP സ്കൂൾ അസിസ്റ്റൻ്റ് ഇങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ മന്ത് പരത്തുന്ന ആരാണ്, ക്യുലെക്സ് കൊതുകുകളാണ്. ക്യുലെക്സ് പെൺകൊതുകുകളാണ് മന്ത് പരത്തുന്നത്. അപ്പോൾ ക്യുലെക്സ് പെൺകൊതുകുകളാണ് എന്ത് ചെയ്യുന്നത്, മന്ത് പരത്തുന്നത്. ഇനി മലേറിയ പരത്തുന്നതോ, അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. അനോഫിലസ് പെൺകൊതുകുകളാണ് എന്ത് പരത്തുന്നത്, മലേറിയ പരത്തുന്നത്. ഇനി ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയാണല്ലോ ഈഡിസ് ആൽബോപിക്സ് എന്ന് പറയുന്ന കൊതുകുകളാണ് എന്ത് പരത്തുന്നത്, ഡെങ്കിപ്പനി അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ പരത്തുന്നത്. മഞ്ഞപ്പനി പരത്തുന്ന ഈഡിസ് ഈജിപ്റ്റ്സ് ആണ്. സിക്ക പരത്തുന്നതും ഈജിപ്റ്റ്സ് ആണ്. ഈഡിസ് ആൽബിനോബിക്ടസും കൂടെയാണ് എന്ത് പരത്തുന്നത്, സിക്ക പരത്തുന്ന ഈഡിസ് ഈജിപ്റ്റും ഈഡിസ് ആൽബിനോപ്സും ചേർന്നിട്ടാണ് സിക്ക പരത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയാണ് കേട്ടോ. ഇത് നാലുമാണ് പ്രീവിയസ് ഇയർ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നാലെണ്ണം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഇനി പ്ലേഗ് എന്നാണ്, എലിച്ചെള്ളാണ് പ്ലേഗ് പരത്തുന്നത്. അതുപോലെ ടൈഫസ് പരത്തുന്നത് പേൻ അല്ലെങ്കിൽ ചെള്ളാണ്. അപ്പോൾ പ്ലേഗും അല്ലെങ്കിൽ ടൈഫസും ആണ് മറ്റ് ഷഡ്പദങ്ങൾ പരത്തുന്നതിന് സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ള മറ്റ് 2 ചോദ്യങ്ങൾ. അപ്പോൾ മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഉറപ്പായിട്ടും ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇനി ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, സമ്പർക്കത്തിലൂടെ പകരുന്നത്, ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നത്, അതുപോലെ തന്നെ എന്താണ് മൃഗങ്ങൾ വഴി പകരുന്നത്, രോഗബാധിതരായുള്ള രക്തം സ്വീകരിക്കുന്നതോട് പകരുന്നത്. എപ്പോഴും പ്രീവിയസ് ഇയർ PSC ചോദിച്ചു കണ്ടിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗത്തിൽ പെടാത്തതേത്, അല്ലെങ്കിൽ ജലത്തിലൂടെ പകരുന്ന രോഗത്തിൽ പെടാത്തതേത്, അല്ലെങ്കിൽ സമ്പർക്കത്തിലൂടെ രോഗത്തിൽ പെടാത്തതേത്, അല്ലെങ്കിൽ പെടുന്നതേതെന്ന് ചോദിക്കണം. അപ്പോൾ ഈ ഓരോ രോഗം എങ്ങനെയാണത് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതും ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, 5-ാം പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാൾസ്, ജലദോഷം, മുണ്ടിനീര്, ഡിപ്തീരിയ, വില്ലൻ ചുമ എന്നിവയൊക്കെയാണ് എന്തിലൂടെ പകരുന്നത്, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വായുവിലൂടെ ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, 5-ാം പനി, സാൾസ്, ജലദോഷം, മുണ്ടുനീര്, ഡിപ്തീരിയ, വില്ലൻ ചുമ വായുവിലൂടെയും, കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് A and E, വയറുകടി എന്നിവയെല്ലാം ജലത്തിലൂടെയും പകരുന്നു. ഇനി സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, കുഷ്ഠം, എബോള, COVID-19 എന്നൊക്കെ പറയുന്നത് എന്താണ്, സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗം ഏതാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുഷ്ഠം, എബോള, COVID-19 എന്ന് പറയുന്നത് എന്താണ്, സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത് വായുവിലൂടെ പകരുന്നതും ജലത്തിലൂടെ പകരുന്നതാണ് പ്രീവിയസ് ഇയർ പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടൊന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി രോഗാണുബാധിതരായ രക്തം സ്വീകരിക്കുന്നതുകൊണ്ട് പകരുന്ന രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി എന്താണ്, രോഗാണുബാധിതരായ രക്തം സ്വീകരിക്കുന്നതുകൊണ്ട് പകരുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ഇയും എയും എങ്ങനെയാണ്, ജലത്തിലൂടെ പകരുന്നതാണ്. മാറിപ്പോകരുത്. ഹെപ്പറ്റൈറ്റിസ് A and E ജലത്തിലൂടെ പകരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി ആണ് എങ്ങനെയാണ്, രോഗം സ്വീകരിക്കുന്നവരുടെ ആണ് പകരുന്നത്. ഇനി എയ്ഡ്സും എങ്ങനെയാണ്, രോഗം ബാധിതരായ രക്തം സ്വീകരിക്കുന്നവരിലൂടെയാണ് എന്ത് പകരുന്നത്, എയ്ഡ്സും പകരുന്നത്. ഇനി മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ടപ്പ, എബോള എന്നിവയാണ് മൃഗങ്ങൾ പരത്തുന്ന വഴി വരുന്ന രോഗങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് വായുവിലൂടെ പകരുന്നു, ജലത്തിലൂടെ പകരുന്നു. മറ്റത് ഓർത്തിരിക്കാൻ പറ്റുന്നതിന് മാക്സിമം ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി കുറച്ച് രോഗങ്ങളും അതിൻ്റെ കാരണങ്ങളും നമുക്ക് നോക്കാം.
അത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഞാൻ പറയുന്നുള്ളൂ. ചെറിയ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് കുറച്ച് അത്യാവശ്യം മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ പാകത്തിന് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മാരത്തോൺ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ കേട്ടോ. ഇതാണ് ഏറ്റവും ബ്രീഫായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിന് ഒന്ന് ലിസ്റ്റിലൊക്കെ ഇടം പിടിച്ച് കുറച്ചുകൂടി മുന്നോട്ട് വരാൻ പാകത്തിനാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ഒന്നും സിലബസിലുള്ള എല്ലാം ഇല്ല ഉൾപ്പെടുത്താത്ത എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് സമയമില്ല. അപ്പോൾ ചോദിക്കുമെന്ന് പ്രീവിയസ് ഇയർ ഒക്കെ ക്വസ്റ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ വർഷമൊക്കെ കുറേ PSC ഒരുപാട് പരീക്ഷകൾ നടത്തിയിരുന്നു. അപ്പോൾ ആ പരീക്ഷയുടെയൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലും UP സ്കൂൾ അസിസ്റ്റൻറ്റ് നടന്നതും കന്നഡ മീഡിയം ഒരു പരീക്ഷ 2 മാസം മുമ്പ് നടന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ ചോദിക്കാം എന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നു. UP സ്കൂൾ അസിസ്റ്റൻറ്റ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. അത് അതേപടി തന്നെ കോപ്പി പേസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആർക്കും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ എക്സാമോ വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വളരെയധികം അത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി കൂടുന്നു. ഇത് ന്യൂട്രോണുകൾ നശിക്കാൻ കാരണമാകുന്നു. അൾഷിമേഴ്സ് സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നു. അൾഷിമേഴ്സ് ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്മൃതിനാശ രോഗം എന്ന പേരിലും അറിയപ്പെടുന്ന രോഗമാണ് ഏത്? അൾഷിമേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇനി പാർക്കിൻസൺസ് രോഗമാണ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം തലച്ചോറിൻ്റെ ഡോപ്പമിൻ എന്ന നാഡീ പ്രക്ഷേപണത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് എന്തിനു കാരണം? പാർക്കിൻസൺസ് രോഗത്തിന് കാരണം. എന്താണ് പാർക്കിൻസൺസ് രോഗം? ഷേക്കിംഗ് പാൾസി എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ഷേക്കിംഗ് പാൾസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? പാർക്കിൻസൺസ് ആണ്. ഇനി അപസ്മാരം എന്താണ്? തലച്ചോറ് തുടർച്ചയായ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? അപസ്മാരം എന്ന് പറയുന്നത്. അപ്പോൾ അപസ്മാരത്തിന് പ്രധാനപ്പെട്ട ലക്ഷണം എന്തൊക്കെയാണ്? തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള വായു നുരയും പതയും വരിക, പല്ല് കടിക്കുക തുടങ്ങിയൊക്കെ അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ പാർക്കിൻസൺസിൻ്റെ ആണല്ലോ ശരീരത്തുള്ള നഷ്ടപ്പെടുത്തുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുക്കുക എന്നിവയ്ക്ക് അതൊക്കെ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി അടുത്തത് കേവലം ഓർമ്മകൾ പോലും ഇല്ലാതാകുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുക എന്നൊക്കെ അൾഷിമേഴ്സ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്ന അൾഷിമേഴ്സ് ആണ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗമാണേത്? പാർക്കിൻസൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ജീവശാസ്ത്രജ്ഞരും അവരുടെ മേഖലകളുമാണ്. ഇത് വേണമെങ്കിൽ ചേരുംപടി ചേർക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഇതവിടെ ചേരുംപടി ചേർക്കാനൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും UPയിൽ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ കന്നഡ മീഡിയത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേരുംപടി ചേർക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് സയൻസിന് ചേരുംപടി ചേർക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചേരുംപടി ചേർക്കാൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലിനാണ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. തിയോഫ്രോസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ചരകൻ ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ചരകൻ എന്തെന്നറിയപ്പെടുന്നു? ആയുർവേദത്തിൻ്റെ പിതാവാണ് ചരകൻ എന്ന് പറയുന്നത്. ഇനി കാൾ ലിനേഴ്സ് ആണ്. ആധുനിക വർഗീകരണത്തിൻ്റെ പിതാവെന്നാണ് കാൾ ലിനേഴ്സ് അറിയപ്പെടുന്നത്. ആധുനിക വർഗീകരണത്തിൻ്റെ പിതാവ് കാൾ ലിനേഴ്സ് ആണ്. ജീവശാസ്ത്ര പിതാവ് ആരാണ്? പറഞ്ഞ എൻ്റെയോടൊപ്പം അരിസ്റ്റോട്ടിലാണ്. തിയോഫ്രോസ്റ്റസ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ആയുർവേദത്തിൻ്റെ പിതാവാണ് ചരകൻ എന്ന് പറയുന്നത്. കാൾ ലിനേഴ്സിൻ്റെ പ്രത്യേകത ആധുനിക വർഗീകരണ ശാസ്ത്ര പിതാവാണ് കാൾ ലിനേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മറ്റൊന്നാണ് കിങ്ഡം. ഈ 5 കിങ്ഡം വേരിഫിക്കേഷൻ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള വർഗീകരണം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ. മൊണീറ ഉൾപ്പെടുന്ന ജീവി വിഭാഗം ഏതാണ്? ബാക്ടീരിയ ആണ് കേട്ടോ. മൊണീറ ഉൾപ്പെടുന്ന ഏത് വിഭാഗത്തിലാണ്? ബാക്ടീരിയയിലാണ്. സവിശേഷത എന്താണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി പ്രൊട്ടിസ്റ്റയുടെ പ്രത്യേകത ഉൾപ്പെടുന്നത് അമീബ വിഭാഗത്തിലാണ്. ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവിയാണ്. ഫാജെ കുമിളുകളാണ് കേട്ടോ. ഫാജെ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളാണ് എന്ന് വിളിക്കുന്നത് ഫാജെ എന്ന് വിളിക്കുന്നത്. ഇനി പ്ലാന്റ് സസ്യങ്ങളാണ്. സ്വപോഷികളും സഞ്ചാരശേഷിയില്ലാത്തതുമായ ബഹുകോശ ജീവികളാണ് പ്ലാന്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി അനിമേലിയ ജന്തുക്കളാണ്. അപ്പോൾ അനിമേലിയ എന്ന് വെക്കുമ്പോൾ അനിമൽസ് ജന്തുക്കൾ, പ്ലാന്റ്സ് സസ്യങ്ങൾ. പിന്നെ ഓർത്തിരിക്കേണ്ടത് ഫാജിയാണ്, കുമിളുകളാണ്. പ്രൊട്ടിസ്റ്റ എന്ന് വെച്ചാൽ അമീബയാണ്. മൊണീറ എന്ന് വെച്ചാൽ ബാക്ടീരിയ ആണ്. അപ്പോൾ ഇതിൽ സവിശേഷത ഓർത്തിരുന്നില്ലെങ്കിലും ഓർത്തിരിക്കുക, അവ ഉൾപ്പെടുന്ന ജീവി വർഗ്ഗം ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അത് പ്രീവിയസ് ഇയർ പലതവണ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഉൾപ്പെടുത്തിയത് കേട്ടോ. ഇനി മറ്റൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കാർഷിക കാലങ്ങൾ. എല്ലാ തവണയും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് ഈ കാർഷിക കാലങ്ങൾ കേട്ടോ. PSCയുടെ ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് സയൻസിൽ നിന്ന് കാർഷിക കാലങ്ങൾ. അപ്പോൾ UP സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, LP സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇഷ്ടപ്പെട്ട ടോപ്പിക്ക് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ട് എത്ര കാർഷിക കാലങ്ങളുണ്ട്? 3 ഉണ്ട്. ഏതൊക്കെ? ഖാരിഫ്, റാബി, സൈദ്. ഏതൊക്കെ? ഖാരിഫ്, റാബി, സൈദ്. ഇനി
പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ ഇതിൻ്റെ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളത്, റിപ്പീറ്റ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണം ഏത്, അല്ലെങ്കിൽ താഴെ കൊടുക്കുന്ന ഖാരിഫ് വിളയിൽ പെടാത്തത് ഏത്, പെടുന്നത് ഏത്, അങ്ങനെയാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഖാരിഫ് വിളകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. അപ്പോൾ നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഖാരിഫ് വിളകൾ, റാബി വിളകൾ, സൈദ് വിളകളിൽ എപ്പോഴും ചോദിക്കുന്ന എന്താണ്? കൂട്ടത്തിൽ പെടാത്തത്, കൂട്ടത്തിൽ പെടുന്നവയാണ്. അപ്പോൾ നമുക്കിത് ഒരുപാട് ഐറ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇത് വെച്ച് ചോദിക്കുകയാണ് തിനവിളകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സൈദല്ല എന്ന് ഉറപ്പുണ്ടാവും. കാരണം പഴങ്ങളും പച്ചക്കറികളും മാത്രമേ എവിടെ വരുള്ളൂ? സൈദിൽ വരുള്ളൂ. പക്ഷേ ഇത് ഖാരിഫാണോ, ഇത് റാബിയാണോ, ഖാരിഫാണോ, റാബിയാണോ? അപ്പോൾ നമ്മൾ എക്സാം ഹാളിലിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അതിന് ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. ഈ കോഡ് വെച്ച് പഠിക്കേണ്ടവർക്ക് അതും ഓർത്തിരുന്നാൽ മതി. അല്ല കോഡൊന്നും വയ്ക്കേണ്ട, എനിക്കത് നിസ്സാര കാര്യമാണ്, സിമ്പിൾ കേസാണ്, എന്നെക്കൊണ്ട് അത് പറ്റും എന്നുള്ള ഉദ്യോഗത്തിൽ ആരും തന്നെ നിങ്ങൾ ഈ കോഡ് ഓർത്തിരിക്കേണ്ട. ഇത് ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്തൊരു പൊട്ട കോഡാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ ടീച്ചർ ഇങ്ങനെ പറയുന്നതെന്ന് ആരും വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കോഡ് ആവശ്യമില്ലാത്തവർക്ക് അല്ലാണ്ട് പഠിക്കാം. കോഡ് ആവശ്യമുള്ളവർക്ക് ഇതൊന്ന് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറുമ്പോൾ ഇത് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കോഡ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ആ കോഡ്. നമ്മുടെ ആൻറ്റി നമ്മളെ ചോറുണ്ണാൻ വിളിച്ചു എന്ന് ഓർക്കുക. നമ്മുടെ ആൻറ്റി, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ നമ്മളെ ചോറുണ്ണാനായിട്ട് വിളിച്ചേക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ചോറുണ്ണാൻ വിളിച്ചേക്കാണ്. അപ്പോൾ ചോറ് എന്ന് ഓർക്കുമ്പോൾ എന്താണ്? ചോളം ആയിട്ട് കണക്ട് ചെയ്യുക. ചോറ് എന്തുമായിട്ട് കണക്ട് ചെയ്യുക? ചോറ് എന്താണ്? ചോറുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ചോറ് തിന്നാന്ന് വെച്ചാൽ ഉണ്ണുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. നിങ്ങളുടെ ആൻറ്റി നിങ്ങളെ ചോറ് തിന്നാൻ വിളിച്ചു എന്ന് ഓർത്താൽ മതി. നിങ്ങളുടെ ആൻറ്റി അല്ലെങ്കിൽ ആരാണോ ആ വ്യക്തി അവർ നിങ്ങളെ ചോറ് തിന്നാൻ വിളിച്ചു. അപ്പോൾ ചോളം എന്ന് ഓർത്തിരിക്കുക. തിന്നാൻ വിളിച്ചു, തിനവിളകൾ. അപ്പോൾ എന്താണ്? ചോറ്. അപ്പോൾ അത് ചോറ് എന്തായിട്ട് കണക്ട് ചെയ്യുക? ചോളമായിട്ട് കണക്ട് ചെയ്യുക. തിന്നാൻ വിളിച്ചു, തിനവിളകൾ. അപ്പോൾ ഈ ചോറ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? നെല്ല് കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. നെല്ല് കുത്തിയല്ലേ ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നെല്ല് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളവിടെ ചെന്നു, ചോറുണ്ണ ആൻറ്റി നമ്മളെ വിളിച്ചു. അപ്പോൾ നമ്മളവിടെ എന്താണ്? ചോളം, തിന്നാൻ വിളിച്ചു, തിനവിളകൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ചോറുണ്ടാക്കുന്നത്? നെല്ല് കൊണ്ടാണ് ചോറുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്തു? ചോറുണ്ണാൻ നേരത്തെ നമ്മൾ നിലത്ത് നിലക്കടല, ഒരു ചണച്ചാക്ക് വിരിച്ചിരുന്നു, ചണം. അപ്പോൾ നിലത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു ചണച്ചാക്ക് വിരിച്ച് ചോറുണ്ണാൻ വേണ്ടി നിലത്തങ്ങ് ഇരുന്നു എന്ന് ഓർക്കുക. ഇപ്പോൾ നിലത്തിരുന്നപ്പോൾ നിലം ഇങ്ങനെ പരുക്കനായിരുന്നു. അപ്പോൾ നമുക്കൊരു അസ്വസ്ഥത പോലെ തോന്നി. കാരണം അപ്പടി ഇങ്ങനെ ഇച്ചിരി അത്ര നല്ല നിലമല്ലായിരുന്നു, കുറച്ച് പരുക്കനായിട്ടുള്ള നിലമായിരുന്നു. പരുത്തി. അപ്പോൾ ആൻറ്റി ചോറുണ്ണേക്കാളും നമുക്കൊരു കരിമ്പിൻ ജ്യൂസ് കൊണ്ട് തന്നു എന്ന് ഓർക്കാം. അപ്പോൾ ചോറിനേക്കാളും ആൻറ്റി എന്ത് കൊണ്ട് തന്നു? ഒരു കരിമ്പിൻ ജ്യൂസ് കൊണ്ട് തന്നു. അപ്പോൾ കരിമ്പ്. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്, ഖാരിഫിൽ വരുന്നത്. അപ്പോൾ ഈ കോഡ് എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. നമ്മുടെ അയൽവാസിയായിരുന്നു ഖാരിഫിക്ക. നമ്മുടെ അയൽവാസിയായിരുന്ന വ്യക്തിയായിരുന്നു ആര്? ഖാരിഫിക്ക നമ്മുടെ അയൽവാസിയായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു പൊട്ട കോഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ ഉണ്ടാക്കിയ കോഡാണ്. എനിക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ കോഡാണ്. അപ്പോൾ ഈ കോഡ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം. അപ്പോൾ ഈ കോഡിൻ്റെ ആവശ്യമില്ലാത്തവർ ഇത് ഓർത്തിരിക്കേണ്ട, അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ഖാരിഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടാണ്. ഖാരിഫ് ആരാണ്? നമ്മുടെ ഫ്രണ്ടാണ് ഖാരിഫ്. ഒരു ദിവസം ഖാരിഫ് നമ്മുടെ വീട്ടിലേക്ക് ഖാരിഫ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം എൻ്റെ വീട്ടിലൊന്ന് ചോറ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഖാരിഫിൻ്റെ വീട്ടിലേക്ക് നമ്മളെ ചോറ് തിന്നാൻ വിളിച്ചു എന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ഖാരിഫിൻ്റെ വീട്ടിലേക്ക് നമ്മളെ ചോറ് തിന്നാനായിട്ട് വിളിച്ചു. അപ്പോൾ ഖാരിഫ്. അപ്പോൾ ഫസ്റ്റ് വാക്ക് കിട്ടിയല്ലോ. ഇനി ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചോറ് തിന്നാൻ ചോളം, തിന്നാൻ തിനവിളകൾ. അപ്പോൾ ഓർക്കുക, ഖാരിഫ്. അതുപോലെ ചോറെന്ന് പറയുമ്പോൾ ഇതാണ് ചോളമാണ്. ആ ഒരു ചാ വച്ച് ചോളം ഓർത്തിരിക്കുക. ഇനി തിന്നാൻ തിനവിളകൾ. അപ്പോൾ അത്രയും കിട്ടിയല്ലോ, തിന്നാൻ തിനവിളകൾ. ഇനി എന്നിട്ട് നമ്മളവിടെ ചെന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ നമ്മളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഇരുന്നു. നിലക്കടല. അപ്പോൾ നിലത്തിരുന്നുമാണ് നമ്മൾ ചോറ് തിന്നാൻ വേണ്ടി നിലത്തിരിക്കുകയാണ്. നിലക്കടല. അപ്പോൾ നമ്മൾ ചുമ്മാ നിലത്തിരുന്ന് നമുക്ക് തണുപ്പടിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ചണച്ചാക്ക് വിരിച്ചിട്ട് അങ്ങിരുന്നു. അപ്പോൾ ചണച്ചാക്ക്. അപ്പോൾ നമുക്ക് ഈ ഖാരിഫ്, റാബി, സൈദ് ഈ 3 വിളകളും എന്താ പറഞ്ഞല്ലോ, ഉൾപ്പെടുന്നവ ഏതായാലും ഉൾപ്പെടാത്ത ഏതെന്ന് എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കോഡ് വെച്ചിട്ട് പഠിക്കാം.
അപ്പോൾ ഞാൻ പറയുന്ന ഒരു കോഡ്, അപ്പോൾ ഈ കോഡ് ഞാൻ തന്നെ എൻ്റെ ബുദ്ധിയിൽ വികസിപ്പിച്ചെടുത്തൊരു കോഡാണ് കേട്ടോ. കാരണം എനിക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത കോഡാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങനെ പല കോഡുകളും ഉണ്ടാക്കി എൻ്റെ ബുദ്ധിയിൽ തന്നെ ഞാൻ തന്നെ സ്റ്റോറികൾ മെനഞ്ഞ് കോഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാര്യം ഈ കോഡുകൾ നമ്മൾ ആ ഒരു സമയം നമ്മൾ വിചാരിക്കുമ്പോൾ ഇതെന്ത് പൊട്ട കോഡാണ്, ഇത് എന്താണ് ഈ പറയുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമുക്ക് പരീക്ഷ ഹാളിൽ ആ ടെൻഷനിൽ കയറിയിരിക്കുമ്പോൾ ഈ കോഡ് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. അതാണ് ഈ കോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കോഡുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ മെനഞ്ഞെടുത്ത കുറച്ച് കോഡുകൾ ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ആ കോഡ് വെച്ചിട്ട് ക്ലാസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കണ്ടുപിടിച്ച എൻ്റെ ബുദ്ധിയിൽ വികസിച്ച് വന്ന പുതിയ കോഡ്. അപ്പോൾ ഗാരിഫ്, റാബി, സയ്യിദ്, ഇതിനകത്ത് ഒരെണ്ണം നമ്മൾ കാണാണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എണ്ണം നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ചു കോഡ് ഉപയോഗിച്ചോ കാണാതെയോ എങ്ങനെയാലും മനസ്സിലാക്കിയോ പഠിച്ചിരുന്നുണ്ടെങ്കിൽ ബാക്കി മൊത്തം ഇതിനകത്ത് ആൻസർ ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഗാരിഫ് തന്നെ എടുക്കാം. ഗാരിഫാണല്ലോ ഏറ്റവും കൂടുതൽ വിളകൾ അടങ്ങുന്ന ഒരു ഒരു കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഗാരിഫിൻ്റെ കോഡ് ഇതാണ്. ഗാരിഫ് എൻ്റെ ഫ്രണ്ടാണ്. ഗാരിഫ് ഒരു ദിവസം ചോറ് തിന്നാൻ അവൻ്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു. അപ്പോൾ ഗാരിഫ്, ആ ഒരു വാക്ക് കിട്ടിയല്ലോ, ഗാരിഫ്. ചോറ് എന്ന് വെച്ചാൽ ചോളം എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ചോറ്, ചോളം. ഇപ്പോൾ ചോറ് ആ ഒരു ചാ വെച്ച വാക്ക് വെച്ചിട്ട് ഓർത്തിരിക്കുക. ചോറ്, ചോളം. തിന്നാൻ വിളിച്ചു, തിന്നാൻ, തിനവിളകൾ. തിന്നാൻ വിളിച്ചു, തിന്നാൻ, തിനവിളകൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചോറുണ്ടാക്കുന്നത്? നെല്ല് കുത്തിയാണല്ലോ ഈ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ നെല്ല്. അങ്ങനെ ഗാരിഫ് ക്ഷണിച്ച പ്രകാരം നമ്മൾ ഗാരിഫിൻ്റെ വീട്ടിൽ ചോറ് തിന്നാൻ, ഈ ചോറ്, ചോളം, തിന്നാൻ, തിനവിളകൾ അവിടെ ചെന്നു. അപ്പോൾ എന്ത് കുത്തിയ ഇതുണ്ടാക്കുന്ന നെല്ല് കുത്തിയാണ് ചോറുണ്ടാക്കുന്നത്. അപ്പോൾ നെല്ല്, 3 കിട്ടിയില്ലേ. അപ്പോൾ നമ്മളവിടെ ഫുഡ് കഴിക്കാനായിട്ട് നിലത്തിരുന്നു. അപ്പോൾ നിലത്തിരിക്കുക, നിലക്കടല. നിലത്തിരിക്കുക, നിലക്കടല. അപ്പോൾ നിലം കുറച്ച് പരുക്കനായതുകൊണ്ട് ഗാരിഫ് പറഞ്ഞു അവിടെ ഒരു നില കുറച്ച് പരുക്കനാണ്. അപ്പോൾ പരുക്കൻ, പരുത്തി. പരുക്കൻ, പരുത്തി. അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ ഒരു ചണച്ചാക്ക് വിരിച്ചിട്ടിരുന്നോളാൻ പറഞ്ഞു. ചണച്ചാക്ക്, ചണം. അപ്പോൾ നമ്മൾ പരുക്കനായതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു ചണച്ചാക്ക് വിരിച്ചിട്ട് അങ്ങ് ഇരുന്നു. അപ്പോൾ ചണച്ചാക്ക്, ചണം. അപ്പോൾ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ ഗാരിഫ് എന്ത് ചെയ്തു? ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് കൊണ്ടു തന്നു. ചോറ് കഴിക്കണേക്കാളും ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് കൊണ്ടു തന്നു. അപ്പോൾ എല്ലാം കണക്റ്റായില്ലേ. അപ്പോൾ ഗാരിഫ് അവൻ്റെ വീട്ടിൽ നമ്മളെ എന്ത് ചെയ്തു? ചോറ് തിന്നാൻ വിളിച്ചു. ചോറ് തിന്നാൻ, ചോളം, തിന്നാൻ, തിനവിളകൾ. ചോറ് എന്തുകൊണ്ടുണ്ടാക്കുന്നു? നെല്ല് കൊണ്ടുണ്ടാക്കുന്നു. അപ്പോൾ ചോറ് തിന്നാൻ നമ്മൾ അവിടെ ചെന്നു. അന്നേരം ആ നിലത്തിരുന്നോളം നമ്മളോട് പറഞ്ഞു. അപ്പോൾ നിലം കുറച്ച് പരുക്കനായതുകൊണ്ട് നിലത്തിരിക്കുക, നിലക്കടല. നിലം പരുക്കനായതുകൊണ്ട് പരുക്കൻ, പരുത്തി. ആ ഒരു ചണച്ചാക്ക് വിരിച്ചിട്ടിരുന്നോളാൻ പറഞ്ഞു. ചണച്ചാക്ക്, ചണം. അപ്പോൾ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് കൊണ്ടെത്തുന്നു. അപ്പോൾ ഇത്രയും ഒരു വിളകൾ നമുക്ക് കിട്ടി. ഇനി ഈ സയ്യിദ് എന്ന് പറയുന്ന വിള പഴങ്ങളും പച്ചക്കറികളും മാത്രമേ എന്തിൽ വരുള്ളൂ? സയ്യിദിൽ വരുള്ളൂ. ഓർക്കണേ, പഴങ്ങളും പച്ചക്കറികളുമാണ് എന്തിനകത്ത് വരുന്നത്? സയ്യിദിൽ വരുന്നത്. അപ്പോൾ കാലിത്തീറ്റം വരും കേട്ടോ അതിൻ്റെ കൂടെ. കാലിത്തീറ്റം അങ്ങനെ പഴങ്ങളും പച്ചക്കറികളാണ് എപ്പോഴും PSC ചോദിക്കുന്നത്. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും എന്ന് കണ്ടുതന്നെ എന്താണ്? സയ്യിദാണ്. അപ്പോൾ ഈ പഴങ്ങളും പച്ചക്കറികളിലും നമ്മൾ നേരത്തെ പറഞ്ഞ കോഡിൽ ഉൾപ്പെടാത്ത എല്ലാ കാര്യങ്ങളും എവിടെ ഉൾപ്പെടുന്നു? നമ്മുടെ റാബിയിൽ ഉൾപ്പെടുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഗാരിഫിൽ ഞാൻ ആ കോഡ് വെച്ച് പറഞ്ഞിട്ടുള്ള നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല, ആ കോഡ് വെച്ച് പറഞ്ഞിട്ടുള്ള എല്ലാം ഉണ്ട് അതിനകത്ത്. അതുകൂടാതെ സയ്യിദിൽ എന്താണ് വരുന്നത്? പഴങ്ങളും പച്ചക്കറികളുമാണ് സയ്യിദിൽ വരുന്നത്. അത് പഴങ്ങളും പച്ചക്കറികളും നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല ഇത്രയും ഉൾപ്പെടാത്ത ബാക്കി എന്ത് കുന്തം വന്നാലും എന്തിനകത്തുണ്ടെന്ന് ഓർത്തിരിക്കുക? റാബിയിൽ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. റാബിയിൽ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയർ വർഗ്ഗങ്ങളാണ് റാബിയിൽ വരുന്നത്. അപ്പോൾ അത്രയും കിട്ടിയില്ലേ. അപ്പോൾ ഇനി ഇതത് മാറിപ്പോവില്ല കേട്ടോ. ഇനി ഈ ഗാരിഫ് വിളയിറക്കൽ കാലം. എന്താണ് വിളയിറക്കുന്നത്? ഗാരിഫ് വിളയിറക്കുന്നത് ജൂണിലാണ്. അപ്പോൾ ജൂണിലാണ് ഗാരിഫ് വിളയിറക്കുന്നത്. ഇനി അത് വിളവെടുക്കുന്നത് എന്താണ്? സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ അല്ലെങ്കിൽ നവംബർ ആദ്യ വാരമായിരിക്കും എന്ത് ചെയ്യുന്നത്? വിളവെടുപ്പ് നടക്കുന്നത്. ഇനി ഗാരിഫിൻ്റെ വിളയിറക്കൽ കാലം നവംബറും വിളവെടുപ്പ് കാലം മാർച്ചുമാണ്. സയ്യിദിൻ്റെ വിളയിറക്കൽ കാലം മാർച്ചും വിളവെടുപ്പ് കാലം ജൂണുമാണ്. അപ്പോൾ ഗാരിഫ് വിളയിറക്കൽ ജൂണിൽ, വിളവെടുപ്പ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മധ്യവാരമായിരിക്കും. റാബി വിളയിറക്കൽ നവംബർ മധ്യം, വിളവെടുപ്പ് മാർച്ചിലായിരിക്കും. സയ്യിദ് മാർച്ചിലാണ് വിളയിറക്കൽ, വിളവെടുപ്പ് ജൂണിലും ആയിരിക്കും. ഇനി പ്രധാന അന്താരാഷ്ട്ര വർഷങ്ങൾ നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വർഷങ്ങൾ എന്ന് പറയുന്നത് 2020, 21, 22, 23, അതുപോലെ തന്നെ 2015 ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ 4 വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ബാക്കി ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക കേട്ടോ. ഇപ്പോൾ 2004 നെല്ലുവർഷമാണ്. 2009 പ്രകൃതിദത്ത നാലുവർഷമാണ്. 2011 വനവർഷമാണ്. 2014 കുടുംബ കൃഷി വർഷമാണ്. 2015 മണ്ണു വർഷമാണ്. 2016 പയറു വർഷമാണ്. 2020
സസ്യ ആരോഗ്യ വർഷമാണ്. 2021 പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷമാണ്. 2022 കരകൗശല മത്സ്യ അക്വാകൾച്ചർ വർഷമാണ്. 2023 മില്ലറ്റ് വർഷമാണ്. അതിനകത്ത് 2023 മില്ലറ്റ് വർഷം എന്നുള്ളതുണ്ടല്ലോ, ഇത് ഈ 2 മാസമല്ല, കഴിഞ്ഞ മാസം ഒരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. 16-ാം തീയതി 17 അങ്ങനെ എന്തോ ഒരു ഡേറ്റ് പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. ആ പരീക്ഷയിൽ കറണ്ട് അഫയർ ആയിട്ട് ഈ ഒരു വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മില്ലറ്റ് വർഷം 2023 പ്രത്യേകത എന്ത് അന്താരാഷ്ട്ര വർഷമാണെന്ന് ചോദിച്ചിരുന്നു. മില്ലറ്റ് വർഷമാണ് കേട്ടോ, കറണ്ട് അഫയർ ആയിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്താണ് കൃഷിരീതികൾ. കൃഷിരീതികളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പലതവണ റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രധാനപ്പെട്ട കൃഷിരീതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. മത്സ്യകൃഷി അറിയപ്പെടുന്ന എന്താണ്? പിസി കൾച്ചർ എന്നാണ് മത്സ്യകൃഷി അറിയപ്പെടുന്നത്. തേനീച്ച വളർത്തൽ എപ്പി കൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. കൂൺ കൃഷി മഷ്റൂം കൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. മുയൽ വളർത്തൽ ക്യൂണി കൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. പട്ടുനൂൽ കൃഷി സെറി കൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. കടൽ മത്സ്യ കൃഷി മാരി കൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അലങ്കാര സസ്യ വളർത്തൽ ഫ്ലോറി കൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. കന്നുകാലി പരിപാലനം കാറ്റിൽ ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പക്ഷി പരിപാലനം പൗൾട്രി ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ മത്സ്യകൃഷി എന്താണ്? പിസി കൾച്ചറാണ്. തേനീച്ച വളർത്തൽ എപ്പി കൾച്ചറാണ്. കൂൺ കൃഷി മഷ്റൂം കൾച്ചറാണ്. മുയൽ വളർത്തൽ ക്യൂണി കൾച്ചറാണ്. പട്ടുനൂൽ കൃഷി സെറി കൾച്ചറാണ്. കടൽ മത്സ്യ കൃഷി മാരി കൾച്ചറാണ്. അലങ്കാര സസ്യ വളർത്തൽ ഫ്ലോറി കൾച്ചറാണ്. കന്നുകാലി ഫാം കാറ്റിൽ ഫാമിംഗ് ആണ്. പക്ഷി പരിപാലനം പൗൾട്രി ഫാമിംഗ് ആണ്. ഇതിനകത്ത് എന്താണ് എപ്പി കൾച്ചർ? നമുക്കത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. എപ്പി കൾച്ചർ എന്താണ്? തേനീച്ചയുമായി ബന്ധപ്പെട്ടതാണ് എപ്പി കൾച്ചർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നുള്ളൂ. മറ്റൊന്നാണ് ക്യൂണി കൾച്ചർ. ക്യൂണി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മഷ്റൂം ആണല്ലേ. അപ്പോൾ കൂൺ മഷ്റൂം, നമ്മൾ കൂൺ ആ ഒരു വാക്ക് വെച്ച് നമുക്ക് എങ്ങനെയൊക്കെ ഓർത്തിരിക്കാം എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് മത്സ്യകൃഷി എന്ന് പറയില്ലേ. പെട്ടെന്ന് നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. ഏതൊക്കെയാണത്? ഒന്ന് പക്ഷി പരിപാലനമാണ്, പൗൾട്രി ഫാമിംഗ് ആണ്. പൗൾട്രി അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പക്ഷി എന്താണ് പൗൾട്രി ഫാം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം പക്ഷി വളർത്തൽ അല്ലെങ്കിൽ കോഴി വളർത്തൽ എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. കാറ്റിൽ ഫാമിംഗ് എന്താണ്? നമുക്ക് ഓർക്കാൻ പറ്റും. എന്താണ്? കന്നുകാലി പരിപാലനമാണ്. ഫ്ലോറി കൾച്ചർ അലങ്കാര സസ്യ വളർത്തലാണ്. അപ്പോൾ ഫ്ലോറി കൾച്ചറും അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഫ്ലോറി കൾച്ചർ എന്ന് പറഞ്ഞാൽ അലങ്കാര സസ്യ വളർത്തലാണെന്ന് കിട്ടും. ഇതിനകത്ത് കടൽ മത്സ്യം മാരി കൾച്ചർ അത് ഇച്ചിരി ഓർത്തിരിക്കാൻ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. പിന്നെ പട്ടുനൂൽ കൃഷി സെറി കൾച്ചർ അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മുയൽ വളർത്തൽ എന്താണ്? മുയൽ വളർത്തൽ ക്യൂണി കൾച്ചറാണ്. മുയലിന് എന്താണ്? കൂണ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഓർത്തിരിക്കുക. മുയലിന് കൂൺ ഇഷ്ടമാണ്. അപ്പോൾ മുയൽ വളർത്തൽ ക്യൂണി കൾച്ചർ. ഇനി കൂൺ കൃഷി മഷ്റൂം കൾച്ചർ. ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ. കൂൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താ പറയുക? മഷ്റൂം എന്നല്ലേ പറയാം. അപ്പോൾ അത് വെച്ച് വളർത്തിരിക്കുക. മുയലിന് എന്ത് ഇഷ്ടമാണ്? കൂൺ ഇഷ്ടമാണ്. അപ്പോൾ മുയൽ വളർത്തൽ ക്യൂണി കൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. തേനീച്ച വളർത്തൽ എപ്പി കൾച്ചർ. മത്സ്യകൃഷി പിസി കൾച്ചർ. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി പഴങ്ങൾ പച്ചക്കറികൾ കൃഷി ഹോർട്ടി കൾച്ചറാണ്. അതുപോലെ തന്നെ വനസസ്യങ്ങൾ വനവിഭവങ്ങൾ എന്നിവ സിൽവി കൾച്ചറാണ്. മൾബറി കൃഷി മോറി കൾച്ചറാണ്. മുന്തിരി കൃഷി വിറ്റി കൾച്ചറാണ്. പച്ചക്കറി ഒളരി കൾച്ചറാണ് കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി കുറച്ച് ശാസ്ത്രജ്ഞന്മാരുടെ അവരുടെ മേഖലകൾ നമ്മൾ ഓർത്തിരിക്കണം. ഇത് ചേരുമ്പടി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ UP സ്കൂൾ അസിസ്റ്റൻറ്റ് ഈ ഒരു ചോദ്യം പ്രീവിയസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ തവണ UP സ്കൂൾ അസിസ്റ്റൻറ്റ് ചോദിക്കാത്തതുകൊണ്ട് തന്നെ ലിപിയിൽ നമുക്കിത് പ്രതീക്ഷിക്കാം. റോബർട്ട് ഹുക്ക് കോശം കണ്ടുപിടിച്ചു. അതുപോലെ സൈറ്റോളജിയുടെ പിതാവെന്നും ആരറിയപ്പെടുന്നു? ഈ റോബർട്ട് ഹുക്ക് അറിയപ്പെടുന്നു. അപ്പോൾ കോശം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. എങ്ങനെ ഓർത്തിരിക്കാം? ഒരു ഹുക്ക് വെച്ച് ഒരു കോശത്തെ എടുത്തു. ഒരു ഹുക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു? ഒരു കോശത്തെ എടുത്തു. അപ്പോൾ ഹുക്ക് എന്ന് പറഞ്ഞാൽ കോശത്തെ എടുത്തു എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. അപ്പോൾ കോശം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഇനി കോശകേന്ദ്രമായി ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. അപ്പോൾ ആ ഒരു കേന്ദ്രം ന്യൂക്ലിയസിൻ്റെ കേന്ദ്രം ഏത് കളറിലിരിക്കുന്നു? ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നതെന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ കോശത്തിൻ്റെ കേന്ദ്രമായി ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. അങ്ങനെ ഓർത്തിരിക്കുക. ഇനി തിയോഡർ ഷ്വാൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ആര് കണ്ടെത്തി? തിയോഡർ ഷ്വാൻ കണ്ടെത്തി. അപ്പോൾ നമ്മൾ ഈ ഒരു ഇറച്ചി മീൻ അങ്ങനെയുള്ള മീറ്റുകളൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ മീറ്റ് എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താണ്? അതൊക്കെ ജന്തുക്കളുടെ വിഭാഗത്തിൽ അതിനെ വേണം നമുക്ക് പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇറച്ചി മീനൊക്കെ വേവിക്കണമെങ്കിൽ എന്ത് വേണം?
തീ വേണം എന്ന് ഓർക്കുക. അപ്പോൾ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷ്വാൻ ആണ് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. ഇനി സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. ഇനി കോശ സിദ്ധാന്തം പരിഷ്കരിച്ച് നിലവിലുള്ള കോശങ്ങൾ ഇന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു. നിലവിലുള്ള കോശ സിദ്ധാന്തം പരിഷ്കരിച്ച് നിലവിലുള്ള കോശത്തിൽ നിന്ന് മാത്രമേ പുതിയ കോശമുണ്ടെന്ന് കണ്ടെത്താറാണ് റുഡോൾഫ് വിർഷോയാണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കാർഷിക വിപ്ലവങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹരിത വിപ്ലവം എന്താണ്? കാർഷിക ഉൽപാദനമാണ്. ധവള വിപ്ലവം പാൽ ഉൽപാദനമാണ്. നീല വിപ്ലവം മത്സ്യ ഉൽപാദനമാണ്. രജത വിപ്ലവം മുട്ട ഉൽപാദനമാണ്. മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ഉൽപാദനം. ഗ്രേ വിപ്ലവം വളം ഉൽപാദനം. ബ്രൗൺ വിപ്ലവം കൊക്കോ തുകൽ ഉൽപാദനം. സിൽവർ ഫൈബർ വിപ്ലവം പരുത്തി ഉൽപാദനം. റൗണ്ട് വിപ്ലവം ഉരുളക്കിഴങ്ങ് ഉൽപാദനം. ചുവപ്പ് വിപ്ലവം മാംസ്യം തക്കാളി ഉൽപാദനം. സ്വർണ്ണ വിപ്ലവം പഴം പച്ചക്കറി തേൻ ഉൽപാദനം. മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനം. പിങ്ക് വിപ്ലവം മാംസ്യം പൗൾട്രി. സ്വർണ്ണ ഫൈബർ വിപ്ലവം ചണം ഉൽപാദനം. പ്രോട്ടീൻ വിപ്ലവം ഉയർന്ന ഉൽപാദനം. അപ്പോൾ ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനം. ധവള വിപ്ലവം പാൽ ഉൽപാദനം. നീല വിപ്ലവം മത്സ്യ ഉൽപാദനം. രജത വിപ്ലവം മുട്ട ഉൽപാദനം. മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ഉൽപാദനം. ഗ്രേ വിപ്ലവം വള ഉൽപാദനം. ബ്രൗൺ വിപ്ലവം കൊക്കോ തുകൽ ഉൽപാദനം. സിൽവർ വിപ്ലവം പരുത്തി ഉൽപാദനം. റൗണ്ട് വിപ്ലവം ഉരുളം കിഴങ്ങ് ഉൽപാദനം. ചുമപ്പ് വിപ്ലവം എന്താണ്? മാംസ്യം തക്കാളി ഉൽപാദനം. സ്വർണ്ണ വിപ്ലവം പഴം പച്ചക്കറി തേൻ ഉൽപാദനം. മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനം. പിങ്ക് വിപ്ലവം മത്സ്യം പൗൾട്രി. സ്വർണ്ണ ഫൈബർ സ്വർണ്ണ ഫൈബർ വിപ്ലവം എന്താണ്? ചണം ഉൽപാദനമാണ്. അപ്പോൾ ഹരിത വിപ്ലവം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്? ഓട്ടോമാറ്റിക്കായിട്ട് അത് മനസ്സിലേക്ക് വരും, കാർഷിക ഉൽപാദനമാണ്. ധവള വിപ്ലവം നമുക്കറിയാലേ എന്താണ്? പാൽ ഉൽപാദനമാണ്. നീല വിപ്ലവം മത്സ്യ ഉൽപാദനമാണ്. അപ്പോൾ നീല വിപ്ലവം എന്നവർക്ക് എങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം? അപ്പോൾ നമ്മൾ ഈ ഒരു കടലൊക്കെ എങ്ങനെയാണ് ഭയങ്കര ഭൂമി ഒരു നീലഗ്രഹം പോലെ കാണപ്പെടാൻ കാരണം എന്താണ്? ഏറ്റവും കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ സാന്നിധ്യം, കടലിൻ്റെ സാന്നിധ്യമാണ് നീലഗ്രഹമായിട്ട് കാണപ്പെടാൻ കാരണം. അപ്പോൾ ഈ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ്? മീനാണല്ലോ ഉള്ളത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. നീല വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യ ഉൽപാദനമാണ്. ഇനി മഞ്ഞ വിപ്ലവം എന്ന് പറഞ്ഞാൽ എണ്ണ കുരുക്കളുടെ ഉൽപാദനമാണ് മഞ്ഞ വിപ്ലവം. അപ്പം നമ്മുടെ ഈ വെളിച്ചെണ്ണയൊക്കെ ലൈറ്റ് ഒരു ഷെയ്ഡ് മഞ്ഞ കളറില്ലേ ഒരു വെളിച്ചെണ്ണയ്ക്കൊക്കെ? അപ്പോൾ അത് വെച്ചിട്ട് ഓർത്തിരിക്കുക, എണ്ണക്കുരുകളുടെ ഉൽപാദനമാണ് മഞ്ഞ വിപ്ലവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എണ്ണ ആ ഒരു ലൈറ്റ് മഞ്ഞ കളറില്ലേ എണ്ണയ്ക്ക്? അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഇനി ബ്രൗൺ വിപ്ലവം എന്ന് പറയുമ്പോൾ എന്താണ്? കൊക്കോ കായൊക്കെ കൊക്കോ എന്നൊക്കെയല്ലേ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കൊക്കോ ഉണങ്ങി കഴിയുമ്പോൾ ഒരു ബ്രൗണിഷ് കളറല്ലേ കൊക്കോയ്ക്ക്? അപ്പോൾ അത് വെച്ചിട്ട് ഓർത്തിരിക്കുക. ഇനി റൗണ്ട് വിപ്ലവം എന്ന് പറയുമ്പോൾ എന്താണ്? ഉരുളക്കിഴങ്ങ് ഉരുണ്ടാണല്ലോ ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക റൗണ്ട് വിപ്ലവം. ഇനി ചുമപ്പ് വിപ്ലവം എന്താണ്? മാംസ്യവും തക്കാളി ഉൽപ്പന്നങ്ങളൊക്കെ എന്താണ്? ചുമന്ന കളറിൽ, തക്കാളി ചുമന്ന കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ രക്തത്തോടു കൂടി നമ്മൾ മാംസ്യമൊക്കെ എടുക്കുകയാണെങ്കിൽ അത് റെഡിഷ് കളറിലായിരിക്കും ഇരിക്കുന്നത്. ഇനി സ്വർണ്ണ വിപ്ലവം, ഇപ്പോൾ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും തേനിനൊക്കെ എന്നാ വില, അന്യായ വിലയാണല്ലോ പഴങ്ങൾക്കും പച്ചക്കറികൾക്കൊക്കെ. അപ്പോൾ അത് വെച്ച് ഓർത്തിരിക്കുക എന്താണ്? സ്വർണ്ണ വിപ്ലവം. മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള വികാസം. അപ്പോൾ നിങ്ങൾ കോഡ് വെച്ച് ഓർത്തിരിക്കുന്നവർ അങ്ങനെ ഓർത്തിരിക്കുക, അല്ലാതെ ഓർത്തിരിക്കുക. നമ്മൾ നോക്കാൻ പോകുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇതും PSCക്ക് ബയോളജിയിൽ നിന്ന് ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ്. ഇതെന്നും പലതവണ UP സ്കൂൾ അസിസ്റ്റൻറ്റും LP സ്കൂൾ അസിസ്റ്റൻറ്റൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ തവണ UP സ്കൂൾ അസിസ്റ്റൻറ്റിന് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ LP സ്കൂൾ അസിസ്റ്റൻറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ നെല്ല് പവിത്ര, മനുപ്രിയ, ഭാരതി, അന്നപൂർണ, അരുണ, കനകം, മകം, സംയുക്ത, ആശ, കുംഭം, ഉമ, കൃഷ്ണാഞ്ജന, റസ്വ, രോഹിണി, ശബരി, ജയ, കൈരളി, അങ്ങനെയുള്ള കുറേ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ അത് മൊത്തം ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് എപ്പോഴും തന്നെ റിപ്പീറ്റ് ചോദിക്കുന്നത് പവിത്ര, സ്വർണ്ണപ്രഭ, അതുപോലെ തന്നെ രോഹിണി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ചോദിക്കാൻ സാധ്യതയുള്ളത് അന്നപൂർണ ചോദിച്ചിട്ടുണ്ട്, മനുപ്രിയ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏതിൻ്റെ വെറൈറ്റീസാണ്? നെല്ലിൻ്റെ വെറൈറ്റീസാണ്. പിന്നെ എപ്പോഴും എടുത്ത് ചോദിക്കുന്നത് മുളകാണ് കേട്ടോ. മുളക് വഴുതന അങ്ങനെ ചോദിച്ചു തന്നിട്ടില്ല, മുളക് ചോദിച്ചു തന്നിട്ടുണ്ട്. ജ്വാലാമുഖി, വെള്ളയാണി, ജ്വാലാസഖി, കീർത്തി, അനുഗ്രഹ, അർക്കമോഹിനി, വെള്ളയാനി തേജസ്, ഉജ്ജ്വല, അതുല്യ, ഭാഗ്യലക്ഷ്മി, സമൃദ്ധി, ഗ്രീൻ ഗോൾഡ് എന്നിവയൊക്കെ എന്താണ്? മുളകിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിളകളാണ്. ഇത് മുളകിൻ്റെ എപ്പോഴും ചോദിക്കുന്നത് ജ്വാലാമുഖി, ജ്വാലാസഖി, കീർത്തി, അനുഗ്രഹയാണ് കേട്ടോ. ഇനി പിന്നെ ചോദിച്ചിട്ടുള്ളത് പയർ പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, മിത്ര, വൈജയന്തി, ഗീതിക, ശാരിക, കൈരളി എന്നിവയൊക്കെ പയറിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. അതിനകത്ത് എപ്പോഴും പയറിൻ്റെ ചോദിച്ച് കണ്ടിട്ടുള്ളത് മഞ്ചീരയും
മാലിക, ലോല, ഭാഗ്യലക്ഷ്മി എന്നിവയാണ് ഏറ്റവും കൂടുതൽ പയറിൻ്റെ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളിൽ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ഈ പടവലവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പടവലവും പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. കൗമുദി, ബേബി, കോവൺ, കോറ്റു ഇതൊക്കെയാണ് പ്രധാനമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പടവലത്തിൽ ചോദിച്ചിട്ടുള്ളത്. തക്കാളി അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ വെണ്ട ചോദിച്ചു കണ്ടിട്ടുണ്ട്. കിരൺ, അനാമിക, സവാനി, ആനക്കൊമ്പനൊക്കെ എപ്പോഴും ചോദിക്കുന്ന കേട്ടോ ഈ വെണ്ടയുടെ. ആർക്ക, സൽകീർത്തി, സുസ്ഥിര, അഫൈ, പൂസ, അരുണ എന്നിവയാണ് വെണ്ടയിൽ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. കിരൺ, ആനക്കൊമ്പൻ, സൽകീർത്തി അതുപോലെ തന്നെ അരുണയൊക്കെ ചോദിച്ച് വെണ്ടയെന്ന് കണ്ടിട്ടുണ്ട്. ഇനി പിന്നെ തെങ്ങ് ചോദിക്കാറുണ്ട്. തെങ്ങിന്ന് എപ്പോഴും ചോദിക്കാറുള്ളത് അനന്തഗംഗ, ലക്ഷഗംഗ, കേരശ്രീ, കേരസാഗര, കേരമധുരം. അപ്പോൾ കേര വെച്ച് അതിൽ കൽപ്പവൃക്ഷം, മലയൻ ഡോൾഫൊക്കെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാവക്കാട് കുള്ളൻ അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ തെങ്ങിൽ ഈ ഒരു ഗംഗ വച്ചിട്ട് അല്ലെങ്കിൽ ഗംഗ, സാഗര അങ്ങനെയുള്ള വാക്കുകൾ അവസാനിക്കുന്നതൊക്കെ ഈ തെങ്ങിൻ്റെ അത്യുൽപാദനശേഷിയുള്ള വിനങ്ങളാണ്. അതുപോലെ ചാവക്കാട് കുള്ളൻ, നീലേശ്വരം കുള്ളൻ വരുന്നതും എന്ത് തന്നെയാണ് തെങ്ങിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. പാവയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പ്രിയ, പ്രീതി, പ്രിയങ്കയാണ് എപ്പോഴും പാവയ്ക്കയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളത് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് ഇമ്പോർട്ടൻ്റ് ആണ്. കുരുമുളകും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പന്നിയൂർ 1 മുതൽ 9 വരെ, അത് പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 3, പന്നിയൂർ 4 അങ്ങനെ പന്നിയൂർ 9 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ പന്നിയൂർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ കുരുമുളകിൻ്റെ ഗവേഷണ കേന്ദ്രമാണ് ഈ പന്നിയൂർ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ പന്നിയൂർ 1 മുതൽ 9 വരെ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. പിന്നെ അതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ശ്രീകരയാണ്. ശ്രീകര ഇതിനു മുമ്പ് കുരുമുളകിൻ്റെ കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചീര ചോദിച്ചിട്ടുണ്ട്. അരുൺ, കണ്ണാറ ലോക്കൽ, മോഹിനി. അപ്പോൾ ഈ കണ്ണാറ ലോക്കലും അരുണും മോഹിനിയുമാണ് ചീരയിൽ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ഒരു തവണ എള്ള് ചോദിച്ചിട്ടുണ്ട്. എള്ള് ഏതാണ്? തിലോത്തമ, സോമ, തിലക്, കായംകുളം 1, തിലോധാര, സൂര്യ. അപ്പോൾ എള്ളിന് ചോദിച്ചിട്ടുള്ള തിലോത്തമയും അതുപോലെ തിലകും കായംകുളവും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ചോദിച്ചിട്ടുള്ളത് പപ്പായ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പഞ്ചാബ് ജയൻറ്റ്, ഹണിഡ്യൂ, വാഷിംഗ്ടൺ, റെഡ് ലേഡി. ഇത് എപ്പോഴും പപ്പായയിൽ പഞ്ചാബ് ജയൻറ്റും ഹണിഡ്യൂയും റെഡ് ലേഡിയും വാഷിംഗ്ടണും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. പിന്നെ നേന്ത്രക്കായ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. റബ്ബർ ചോദിച്ചു കണ്ടിട്ടില്ല. ഗോതമ്പ് ഞാൻ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഓർമ്മയിൽ പപ്പായ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എള്ളും ഓർത്തിരിക്കുക. കുരുമുളക് ഇമ്പോർട്ടൻ്റ് ആണ്. കുരുമുളക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പാവയ്ക്കയും ഓർത്തിരിക്കുക. ചീരയും ഓർത്തിരിക്കുക. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ ഓർത്തിരിക്കേണ്ടത് തെങ്ങ് ഓർക്കുക, നെല്ല് ഓർക്കുക, അതുപോലെ തന്നെ മുളക്, പയറ്, വഴുതന, വെണ്ട, പടവലം. തക്കാളി അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. ഈ ഒരു പേജിലെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പുറ പേജിൽ ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നിട്ട് പോകും.